നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഗോസ് തിയറം. ഹെഡിങ് എഴുതിയ ചോദിക്കും ഗോസ് തിയറം. Gauss theorem states that Gauss theorem എന്ന് പറയുന്നത് in a closed surface സർഫസ് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണം. ഇവിടെ വേണേൽ ഒരു സർക്കിൾ എടുത്താൽ ഇത് ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഇതിന് ചുറ്റും വേറൊരു സർക്കിൾ ഉണ്ടെങ്കിൽ ഇതും ഒരു ക്ലോസ്ഡ് സർഫസ് ആണെന്ന് പറയും. കൺസിഡർ എ ക്ലോസ്ഡ് സർഫസ് in which the total electric flux is 1/epsilon 0 times to the total charge in that surface. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്ലക്സിന്റെ വാല്യൂ പറഞ്ഞു. ഇവിടെ പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/epsilon 0 കൊണ്ട് ടോട്ടൽ ചാർജിനെ ഗുണിക്കുന്നതിന് തുല്യമാണ്. ദാറ്റ് മീൻസ് ഗോസ് തിയറം states that the total electric flux that is represented by the letter ഏതായിരുന്നു? phi. Phi is equal to 1/epsilon 0 into Q എന്ന് എഴുതിയാൽ മതി. ഇതാണ് ഗോസ് തിയറം. ഓർ ക്യാപിറ്റൽ Q എന്നോ സ്മോൾ Q എന്നോ കൊടുത്തേക്ക്. ഓർ phi is equal to Q/epsilon 0. കഴിഞ്ഞ ദിവസം നമ്മൾ ഗോസ് തിയറം പഠിച്ചായിരുന്നു. അല്ല, ഫൈയുടെ ഇക്വേഷൻ നേരത്തെ പഠിച്ചായിരുന്നു. ഫൈയുടെ ഇക്വേഷൻ പറഞ്ഞ അഞ്ചു. phi is equal to സർഫസ് ഇന്റഗ്രൽ E.ds എന്ന് പഠിച്ചായിരുന്നല്ലേ? അതൊരു phi പഠിച്ചു, നേരത്തെ പഠിച്ചു. ഇപ്പൊ ഇത് നമ്മൾ രണ്ടാമത് പഠിച്ചത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് എഴുതാം. phi is equal to സർഫസ് ഇന്റഗ്രൽ E.ds is equal to Q/epsilon 0. This is the Gauss theorem. ഇനി ഇതിനകത്ത് ഇങ്ങനെ തരും ഒരു ചോദ്യം, നേരത്തെ പ്രീവിയസ് ഇയർ ചോദിച്ച 2Q, ഇവിടെ 3Q, 1Q. ഈ സർഫസിനെ P എന്ന് വിളിച്ചു, ഈ സർഫസിനെ Q എന്ന് വിളിച്ചാൽ ഈ ഫസ്റ്റ് സർഫസിലെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ വാല്യൂ എത്രയാണ്? ഇതിനകത്ത് എത്ര ചാർജ് ഉണ്ട്? സോ phi is equal to Q/epsilon 0 and that is equal to 2Q, 2/epsilon 0. ഇനി ദാറ്റ് ഈസ് ഇൻ ദ പി സർക്കിൾ എടുക്കുവാണെങ്കിൽ, ഇനി Q എന്ന് പറയുന്ന സർക്കിൾ അല്ലെ സർഫസ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് phi എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഇതല്ല. അപ്പൊ 3 പ്ലസ് ഒരു 1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ epsilon 0, 3 4 2 6, 6/epsilon 0 അല്ലെ ക്യൂയോടെ എഴുതിയ 6Q, 2Q/epsilon 0. അപ്പൊ ഇങ്ങനെയാണ് ഇതിനെ ചോദ്യം പറയുന്നത്. Gauss theorem state that the electric flux in a closed surface is equal to 1/epsilon 0 times the total charge enclosed in that surface. Clear ആയോ റോഹൻ? എഴുതിയെടുത്തേ റോഷൻ. Derivation of Gauss theorem or proof. So ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു സ്പെറിക്കൽ ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കുന്നു. ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു. ആ സർഫസിലെ റേഡിയസ് എന്ന് പറയുന്നത് സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ടുള്ള അകലം സ്മോൾ r ആണെന്നിരിക്കട്ടെ. ഇതിനകത്തൊരു ചെറിയ എലമെന്റൽ ഏരിയ അന്ന് ചോദിച്ചില്ലേ, DS എന്നാണ്. DS സ്മോൾ ഏരിയ എടുത്തു.
ഇതിന്റെ നടുക്കാണ് നമ്മുടെ ചാർജ് സെൻട്രലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ ചാർജ് ഉൾപ്പെടുന്ന ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു, ആ റേഡിയസ് ഉള്ള. അവിടുന്ന് ഇപ്പൊ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് DS എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വരും. ഇങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ശരിയല്ലേ വരച്ചിരിക്കുന്നത്? ഇത് ഒരു ഗോഷ്യൻ സർഫസ് വരച്ചതാ, ക്ലോസ്ഡ് സർഫസ്. അതിനെ ഗോസ് തിയറി അനുസരിച്ച് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗോഷ്യൻ സർഫസ്. DS ഒരു സ്മോൾ ഏരിയ, R എന്ന് പറയുന്നത് ആ സർക്കിള് അല്ലെങ്കിൽ ക്ലോസ്ഡ് സർഫസ് എടുത്തതിന്റെ റേഡിയസ്, R, Q നടുക്കിയിരിക്കുന്ന ചാർജ്. എങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതിനായിരുന്നു സർഫസ് ഇന്റഗ്രൽ E.ds അല്ലേ, is equal to phi എന്നാ പഠിച്ചത്. Phi is equal to integral E.ds. ഇനി that is equal to ഇന്റഗ്രൽ ഇയുടെ വാല്യൂ എത്രയാണെന്നാ പഠിച്ചേ? F equal to QE ആണെങ്കിൽ F 1/4πε0 Q1 Q2 by R square ആണെങ്കിൽ E equal to F by Q. അങ്ങനെയെങ്കിൽ ഇയുടെ വാല്യൂ പറഞ്ഞേ റോഷൻ. E is equal to പഠിച്ചിട്ടാണോ പറഞ്ഞ? E equal to 1/4πε0 Q by R square. ഒരു Q മാത്രം വരും അല്ലെ, ഒരു Q വെട്ടി. സോ 1/4πε0 Q by R square into DS. അപ്പൊ നമുക്ക് ഈ 1/4πε0 Q by R സ്ക്വയറിനെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഇന്റഗ്രൽ DS ആണ്. അപ്പൊ ചെറിയ ഒരു സർഫസ് എടുത്തേച്ച് അതിനെ മൊത്തം കൂട്ടിയെടുക്കണം. അപ്പൊ ഇതിന്റെ മൊത്തം സർക്കംഫറൻസ് വരും. ഓക്കെ, ഇതിന്റെ മൊത്തം ചുറ്റളവ് എന്ന് പറയണത്, അല്ലെങ്കിൽ ഇതിന്റെ മൊത്തം ഏരിയ എന്ന് പറയണത് 4πr². അപ്പം ഇന്റഗ്രൽ DS-ന്റെ വാല്യൂ R റേഡിയസ് ആണെങ്കിൽ 4πr². അപ്പം അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്ര പറ്റും? 1/4πε0 Q by R square into 4πr². ഇവിടെ നമുക്ക് ഈ 4πയും 4πയും വെട്ടിക്കളയാം, R സ്ക്വയറും വെട്ടിക്കളയാം. പിന്നെ എന്തുണ്ട് മിച്ചം? Q by ε0. കണ്ടോ തെളിയിച്ചത്? സോ phi is equal to Q by ε0 or Gauss theorem. നമ്മളിവിടെ ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ DS, ഇന്റഗ്രൽ DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഏരിയ. ഇവിടെ ഇത് സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. സോറി, സർക്കിൾ നമ്മൾ പറയുന്നത് സ്പിയർ ആണ്, എന്നുവെച്ചാൽ എല്ലാ വശത്തോട്ടും വേണം. അപ്പൊ ഈ ഒരു ഫുട്ബോളിന്റെ നടുക്ക് ചാർജ് ഇരിക്കുന്നവർക്ക് സ്പിയറിന്റെ ഏരിയ ആണ് 4πr². സർക്കിളിന്റെ ആയിരുന്നേ πr² വരുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 4πr² വന്നത്. 4πയും 4πയും വെട്ടിക്കളയുക, R സ്ക്വയറും ക്യാൻസൽ ചെയ്യും. ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസ് തിയറം. ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറം പറയുമ്പം 3 കാര്യങ്ങൾ ആദ്യം പറയണം. ഒന്ന്, ഒരു ലൈൻ, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയർ, ആ വയറിലൂടെ ഒരു കറണ്ട് കടന്നു പോവാണെങ്കിൽ ലാംഡ എന്ന് പറഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി, വയറിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് നമ്മൾ പറയുന്ന പേരാണ് ലൈൻ ചാർജ് ഡെൻസിറ്റി. അപ്പം ലൈൻ ചാർജ് ഡെൻസിറ്റീനെ ടോട്ടൽ ലെങ്ത് കൊണ്ട്, L ആണ് ടോട്ടൽ ലെങ്ത് എങ്കിൽ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Q ആയിക്കോളും. ഇതാണ് ആദ്യം ഒരു വയറിന്റെ കേസിൽ, അല്ലെങ്കിൽ ഒരു ലൈൻ ചാർജിന്റെ കേസിൽ. ഒരു വയർ എടുക്കുക, അതിന് L ലെങ്ത് ഉണ്ടെങ്കിൽ ലാംഡ ആണ് ചാർജ് ഡെൻസിറ്റി എങ്കിൽ Q ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു. ഇനി ഒരു ഷീറ്റ് എടുക്കുക, ഷീറ്റിന്റെ ഒക്കെ ചോദിച്ചാൽ പടം വരയ്ക്കാൻ അറിയണം. യൂണിഫോം ആയിട്ട് ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുവാണ്. പിന്നെ തെളിയിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു
ഗോഷ്യൻ സർഫസ് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യണം. ആ സിലിണ്ടർ ഇതിലൂടെ ഇങ്ങനെ തുളഞ്ഞു കയറി പോകണമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇത് ലൈനായിരുന്നു, ഇത് സർഫസ് ഉണ്ട്, നീളമുണ്ട്, വീതിയുണ്ട്. സോ സർഫസ് ചാർജ് ഡെൻസിറ്റി ആവും. സർഫസ് ചാർജ് ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ. അങ്ങനെയെങ്കിൽ ഏരിയ ക്യാപിറ്റൽ എ ആണെങ്കിൽ മൊത്തം ക്യൂ എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു എ ആയിരിക്കും. അപ്പൊ ആദ്യം ഒരു ലൈൻ മാത്രമേ ഉള്ളെങ്കിൽ എതിരായിരിക്കും ലാംഡ ഇൻറ്റു എൽ, വേർ ലാംഡ ഈസ് എ ലൈൻ ചാർജ് ഡെൻസിറ്റി. ഇതാണെങ്കിൽ സിഗ്മ ഇൻറ്റു എ, വേർ സിഗ്മ ഈസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇനി മൂന്നാമത് ഒരു വോളിയം ഉള്ള ഒരു വസ്തുവാണെന്നിരിക്കട്ടെ, ഒരു ക്യൂബോ, നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. ഇത് ലൈനായിരുന്നു, ഇത് സർഫസ് ആണ്, ഇത് വോളിയമാണ്. ലെറ്റ് റോ ഈസ് ദ വോളിയം ചാർജ് ഡെൻസിറ്റി. ആൻഡ് വി ഈസ് ദ വോളിയം. Then total Q is equal to rho into V. ഇതാണ് മൂന്ന് കേസ് തന്നെ. ഒന്ന് ലാംഡ ഇൻറ്റു എൽ, ഒന്ന് സിഗ്മ ഇൻറ്റു എ, ഒന്ന് റോ ഇൻറ്റു വി. ഇനി ഇത് ഗോസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ പറയുന്നത് ഒരു ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡ ആണെങ്കിൽ എൽ ലെങ്ത് ഉള്ള ഒരു വയറിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റാണ് പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഇ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് പി, അതിലെ വാല്യൂ ആണ് ഇയുടെ വാല്യൂ. ഇ ഈസ് ഈക്വൽ ടു 1/2 എപ്സിലോൺ 0 ലാംഡ ബൈ ആർ. നമ്മൾ നേരത്തെ പഠിച്ചത് 1/4 എപ്സിലോൺ 0 ക്യൂ ബൈ ആർ സ്ക്വയർ എന്നായിരുന്നു. അതിന് പകരം വന്നത് ലൈൻ ചാർജിന്റെ കേസിൽ ഇപ്പം -∞ മുതൽ +∞ വരെ നീളമുള്ള ഒരു ലൈൻ ചാർജ് എടുക്കുവാണ്. അതിനകത്ത് ലാംഡ ആണ് ചാർജ് ഡെൻസിറ്റി എങ്കിൽ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് 1/2 എപ്സിലോൺ 0 ലാംഡ ബൈ ആർ. ഇനി അതൊരു ഷീറ്റ് ആണെങ്കിൽ അതിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ, അതിൽ നിന്ന് പുറത്തുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ബൈ 2 എപ്സിലോൺ 0 ആയിരിക്കും. നമ്മൾ നേരത്തെ സിഗ്മ അല്ലെങ്കിൽ ഗോസ് തിയറത്തിൽ ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആയിരിക്കും. ഇനി പരീക്ഷ എങ്ങനെ ചോദിക്കും? രണ്ടെണ്ണം തരും, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഒരു പോയിന്റ് എടുക്കാം എ, ഇവിടെ ഒരു പോയിന്റ് എടുക്കാം ബി, ഇവിടെ ഒരു പോയിന്റ് എടുക്കാം സി. അപ്പം പ്ലസ് ചാർജ് ആണെങ്കിൽ അതിനകത്ത് പ്ലസ് സിഗ്മ ആയിരിക്കും, മൈനസ് ചാർജ് ആണെങ്കിൽ മൈനസ് സിഗ്മ ആയിരിക്കും. പുറത്തെ രണ്ട് ഫലത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 0 ആണ്. ഈ സിയിലും 0 ആണ്, ഈ എയിലും 0 ആണ്. നടുക്കെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറയുമ്പം പോസിറ്റീവ് ഇങ്ങോട്ട് വരും, അകന്നു പോകും. നെഗറ്റീവ് എന്ന് പറയുമ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് സൈനോടെ ഉണ്ട്. ഇപ്പം രണ്ടും കൂടെ കൂട്ടുവാണ്, നിങ്ങൾ ഓർത്താൽ മതി. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ദാറ്റ്സ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ അര ഇതിൻ്റെ അര മൊത്തം ബൈ സിഗ്മ ബൈ എപ്സിലോൺ 0 ആവും. ഇതാണ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് വെക്കുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റിനെ തിരിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റി. അപ്പോൾ ഒരു കപ്പാസിറ്ററിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ചോദിച്ചാലോ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ചോദിച്ചാലോ, ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഷീറ്റുകളെ സെപ്പറേറ്റ് ചെയ്താൽ അതിന്റെ നടുക്ക് എത്രയാണെന്ന് ചോദിച്ചാലും സിഗ്മ ബൈ വെറും എപ്സിലോൺ 0. ഒരു ഷീറ്റിന്റെ മാത്രം പുറത്തുള്ളത് സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇതിന്റെ കേട്ടോ, സിഗ്മ ബൈ 2 എപ്സിലോൺ 0. മോളി എഴുതിയേക്കാം അല്ലെ, പിന്നെ തെറ്റിപ്പോകുന്നത്. ഒരു ചാർജ് ഷീറ്റിന്റെ കേസിലുള്ള വാല്യൂ ആണ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0.
ഒരു പോസിറ്റീവ് നെഗറ്റീവും കൊടുത്താൽ അതിന്റെ നടുക്കുള്ള വാല്യൂ ആണ് സിഗ്മ ബൈ എപ്സിലോൺ 0. ഈ കേസ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കിക്കോളൂ. ഇത്രയും പഠിച്ചാൽ മതി. ലൈൻ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി. ലൈൻ ചാർജ് ലാംഡ ആണെങ്കിൽ അതേ ഇൻറ്റു ലെങ്ത് ആയിരിക്കും ടോട്ടൽ ചാർജ് ക്യൂ. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ അതിന് ഏരിയ കൊണ്ട് പിടിക്കുമ്പോൾ സിഗ്മ എ ആയിരിക്കും ടോട്ടൽ ചാർജ്. ലൈൻ ചാർജ് ഡെൻസിറ്റിയുടെ കേസിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 1/2 പൈ എപ്സിലോൺ 0 ലാംഡ ബൈ ആർ. ഇൻ ദ കേസ് ഓഫ് പാരലൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഷീറ്റിന്റെ കേസിൽ E = സിഗ്മ ബൈ 2 എപ്സിലോൺ 0. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഷീറ്റ് ആണെങ്കിൽ അതിന്റെ നടുക്കത്തെ വാല്യൂ സിഗ്മ ബൈ 2 എപ്സിലോൺ 0. എഴുതിയെടുത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റാലിക് ബോഡി ആയിരിക്കണം. ഒരു മെറ്റാലിക് ബോഡി അല്ലെങ്കിൽ നമുക്കൊരു സ്പിയർ അങ്ങനെയുള്ളതൊക്കെ എടുക്കാം. പക്ഷെങ്കിൽ അതിനകം പൊള്ളയായിരിക്കും. മനസ്സിലായോ? ഒരു മെറ്റാലിക് ഷെൽ എന്ന് പറയാൻ വേണം. മെറ്റാലിക് ഷെൽ, അതിനൊരു ഉദാഹരണമാണ് കാറ്. ഇങ്ങനെ പല ആപ്ലിക്കേഷനിൽ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇപ്പം ഇടിവെട്ടേക്കുമ്പം കാറിനകത്തിരിക്കുന്നതാണോ മരത്തിനടിയിൽ നിൽക്കുന്നതാണോ സേഫ്? കാറിനകത്തിരിക്കുന്നതാണോ മരത്തിനകത്തിരിക്കുന്നതാണോ സേഫ്? കാറിനകത്തിരിക്കുന്നതാണ് സേഫ്. കാരണം ഇടിമിന്നൽ വെട്ടുന്നതിന്റെ ചാർജ് ഇതിന്റെ പുറത്തോടെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഡ്യൂ ടു ലൈറ്റ്നിങ്, the charge is uniformly distributed over the surface. ഇതിനകത്തെ വാല്യൂ എത്രയായിരിക്കും? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് or potential inside is equal to 0. അപ്പൊ ഇതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫാരഡേസ് കേജ് എന്ന് പറയും. ഫാരഡേസ് കേജ് എന്ന് പറഞ്ഞാല് ഈ നമ്മൾ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന പെട്ടിയാണ്. അതിനകത്തേക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കയറില്ല. ഈ അടുത്ത ഇടയ്ക്ക് ഒരു മൊബൈലിന്റെ ഒരു സിനിമ ഇറങ്ങിയില്ലേ, ചതുർമുഖം, കണ്ടോ ആരെങ്കിലും? അതിനകത്ത് അവസാനം ഈ മൊബൈലിന്റെ റേഡിയേഷൻ വരാതിരിക്കാൻ അതൊരു ഗ്യാസ് സിലിണ്ടറിനകത്താക്കി സീൽ ചെയ്ത് വിടുന്ന ഒരു സീനുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു മെറ്റാലിക് ബോഡി ഹോളോ ആയിരിക്കും. ഇത് ഒരു ഹോളോ മെറ്റാലിക് ബോഡി ആണെങ്കിൽ ഒരു ചാർജ് വന്നു കഴിഞ്ഞാൽ അതിന്റെ സർഫസിൽ യൂണിഫോം ആയിട്ട് കിടക്കും. അപ്പൊ അതിനകത്ത് സീറ്റ് നമ്മൾ ഇരുന്നാലോ നമുക്ക് ഒരു കുഴപ്പമില്ല, വി ആർ സേഫ്. അതിങ്ങനെ പ്രാക്ടിക്കലായിട്ടല്ല ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കും. അപ്പം ഒരു സ്പിയർ ബോഡിയാന്നിരിക്കട്ടെ, കൃത്യം. അപ്പൊ ഇതിന്റെ സർഫസിലൂടെ മാത്രമായിരിക്കും ഇങ്ങനെ കിടക്കുന്നത്. ഇതിൽ നിന്ന് അകലും തോറും 0 ആയിരിക്കും, നടുക്കും 0 ആയിരിക്കും. അപ്പൊ നമ്മൾ ഗ്രാഫ് വരച്ചാല് ഇങ്ങനെ ഒരു ഗ്രാഫ്, പൊട്ടൻഷ്യലിന്റെ ഗ്രാഫ് കൃത്യം സർഫസിലുണ്ട്. ഉണ്ടോ? ഈ സർഫസിന്റെ അവിടെ ഉണ്ട്. നടുക്കോ ഇല്ല. ഇങ്ങനെ വി എടുക്കുവാണെങ്കിൽ ഇവിടെ വിയുടെ വാല്യൂ 0 ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ 0 ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻസൈഡ് ഈസ് ഈക്വൽ ടു or electric field or electrostatic potential V inside of the metallic
ഹോളോ സ്പിയർ ഈക്വൽ ടു 0. ഏത് ഷേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, അതിനകത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ അല്ലെ പൊട്ടൻഷ്യലിന്റെ വാല്യൂ 0 ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? എനിക്കൊരു കോഡ് വന്നേക്കുവായിരുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റാലിക് ഹോളോ ബോഡി ആണെങ്കിൽ ഒരു ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ അത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നിറച്ച് ചാർജുകൾ അവൻ അത് ആ മെറ്റാലിക് ഹോളോ ബോഡിയുടെ പുറത്തോടെ മുഴുവൻ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അകത്ത് കയറില്ല. മനസ്സിലായോ? സോ ഇൻസൈഡ് ദാറ്റ് ഹോളോ ബോഡി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് കാറിലിരിക്കുന്നതാണോ മരത്തിനടിയിരിക്കുന്നതാണോ ഗ്രൗണ്ടിൽ നിൽക്കുന്നതാണോ സേഫ് എന്ന് ചോദിച്ചാൽ എന്ന് പറയും? കാറിനകത്ത് അല്ല ഒരു മെറ്റാലിക് വണ്ടിക്കകത്ത് ഇരിക്കുന്നതാണ് ഇടി വെട്ടുമ്പോൾ ഏറ്റവും സേഫ്. എവിടെയാണല്ലോ നമ്മൾ അകത്ത് കയറിയിരുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഒരു ഇതിനകത്ത് കയറിയിരുന്നാൽ നമുക്ക് കിട്ടില്ല. അതല്ലേ ഞാനിപ്പോ പറഞ്ഞത്. ഇതിനകത്തിരിക്കുമ്പം ഈ മെറ്റാലിക് ബോഡിയുടെ പുറം ഭാഗത്തോടെ മുഴുവൻ ഈ ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അകത്തോട്ട് കടക്കില്ല. അത് ഗ്രാഫിക്കലായിട്ട് വരച്ചാണ്. ഒരു സ്പിയർ എടുക്കുവാണ്, അതിനകം പൊള്ളയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ പുറത്തോടെ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ, അകത്ത് അതിന് വാല്യൂ ഇല്ല. അല്ലെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ഇവിടെ വരയ്ക്കാറ്, അകത്ത് വാല്യൂ ഇല്ല. ഈ ഗ്രാഫ് ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് കുറയും, ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് പോരും. ഇതിനകം ഉണ്ടായിരുന്ന ഇത്രയും റീജിയൻ, ഇത്രയും ഭാഗം, ഇത്രയും സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഗ്രാഫ് ഇല്ല. ഇവിടെയാ തുടങ്ങണേ, ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് പോയി, ഇവിടെ തുടങ്ങി ഇങ്ങോട്ട് പോയി. ഇത്രയും അകത്ത് വി എന്ന് പറയുന്നത് 0 ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണ്. ഇതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞത്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഫാരഡേയ്സ് കേജ്. ഫാരഡേയ്സ് കേജ് ഈ അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, അങ്ങനെ ഈ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഒരു ചാർജോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നും വന്നാൽ അതിനെ അഫക്റ്റ് ചെയ്യില്ല. ഇങ്ങനെയാണ് ഫാരഡേയ്സ് കേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇതോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻസ് എല്ലാം ഒരുമിച്ചൊരു ഇതിലാക്കാൻ പറ്റും. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്, ഈ ഒരു പോയിന്റില് പി, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ദ വർക്ക് ഡൺ to bring a unit positive charge from infinity to that point. അപ്പം ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പൊ പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എഴുതുന്ന ലെറ്റർ വി ആണ്. വി എഴുതുന്ന ലെറ്റർ ഇസ് എ വർക്ക് ഡൺ ടു, ഇവിടെ ഒരു പോസിറ്റീവ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഇൻഫിനിറ്റിയിൽ ഇരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയും കൊണ്ടുവരാൻ എത്ര വർക്ക് ചെയ്യണം? പിയുടെ ഇക്വേഷൻ ഇതാണ്: 1/4πε0 Q by R. നോക്കിയേ, അപ്പൊ എഫിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാ പഠിച്ചേ? 1/4πε0 Q1 Q2 by R². ഇ എങ്ങനെയായിരുന്നു? 1/4πε0 Q by R². V is equal to 1/4πε0 Q by R. ക്ലിയറല്ലേ? ഇങ്ങനെ കമ്പൈൻ ചെയ്ത് പഠിക്കണം. വളരെ എളുപ്പമല്ലേ റോഹ? ക്വസ്റ്റ്യൻ: ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ഓർമ്മയുണ്ട് യു, അത് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പോയിന്റ് ഇവിടെ പിയിലോട്ട് ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ് ഇവിടെ ഇരിക്കുക, ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ് ഇരിക്കുകയാണ്. ഇങ്ങോട്ട് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് പകരം ഒരു Q1 എന്ന് പറഞ്ഞൊരു ചാർജാണ് കൊണ്ടുവരുന്നതെങ്കിൽ യു ഈസ് ഈക്വൽ ടു ഈ പറയുന്ന വിനെ ക്യൂ കൊണ്ട് ഗുണിക്കണം, അല്ലെ കൊണ്ടുവരുന്ന Q1 കൊണ്ട് ഗുണിക്കണം. അപ്പൊ എങ്ങനെയാവും? യു ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ വരുന്ന Q ഇൻറ്റു Q1. Q1 Q2 എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതും കൊണ്ടുവരുന്നതും Q Q1 by R.
So these are the basic fundamental equations from unit number 1 and 2 that represent the static charges, electric charges which are at rest. Electrostatic force, that is equal to 1 by 4 pi epsilon 0 q1 q2 by r square. E equal to F equal to QE or E equal to F by Q. From this we can write it as E equal to 1 by 4 pi epsilon 0 q by r square. V is the work done to bring a unit positive charge from infinity to any point, and that is equal to 1 by 4 pi epsilon 0 q by r. Electrostatic potential energy to bring a charge q1 to near to q, that is equal to 1 by 4 pi epsilon 0 q q1 by r. So ഈ equation ഇത്രയാണ് ആ equations. പിന്നെ നമ്മൾ എന്നെ പഠിച്ചേ q is equal to plus or minus ne പഠിച്ചു, പിന്നെ F equal to QE പഠിച്ചു, പിന്നെ dipole moment P is equal to 2a into q പഠിച്ചു. ഇനി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആക്സിയൽ പോയിന്റ് എത്രയായിരുന്നു അഞ്ചു? 1 by 4 pi epsilon 0 2pr by r square minus a square all raised to 3 by 2 എത്തിക്കാതെ ഒന്ന് ആക്സിയൽ പോയിന്റ് ഒന്ന് ഇക്വറ്റോറിയൽ പോയിന്റ് ആണ്. റോഹൻ 1 by 4 pi epsilon 0 2pr by r square minus a square all square അല്ലേ? ഇതിന്റെ E equal to 1 by 4 pi epsilon 0 P by r square plus a square all raised to 3 by 2 ആയിരിക്കും അല്ലേ? അപ്പൊ ഇത് ഇത്ര ഇക്വേഷൻസ്. ഇനി ഇന്ന് പഠിച്ചത് ഏതൊക്കെയാണ്? ഒരു ലൈൻ ചാർജ് ഡെൻസിറ്റി ആണ് Q ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൽ, Q ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു എ, Q ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു വി. പിന്നെ പഠിച്ചു ഒരു ലൈൻ ചാർജ് ഡെൻസിറ്റി ഗോസ് തിയറം phi is equal to 1 by epsilon 0 into q. അതിനാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ചാർജിന്റെ കേസിൽ 1 by 2 pi epsilon 0 ലാംഡ ബൈ ആർ സ്ക്വയർ. ലാംഡ ബൈ ആർ ആയിരുന്നു ആർ സ്ക്വയർ ആയിരുന്നു? അത് ഞാൻ പറഞ്ഞാൽ നിങ്ങളോട് എഴുതണ്ടെന്ന്. അങ്ങേറ്റത്തെ കോളം ഞാൻ മായ്ച്ചു കളഞ്ഞ. ഇത് പറഞ്ഞേ ലാംഡ ബൈ ആർ ആയിരുന്നോ ആർ സ്ക്വയർ ആയിരുന്നു? 1 by 2 pi ലൈൻ ചാർജിന്റെ 1 by 2 pi epsilon 0 ലാംഡ ബൈ ആർ. ഇനി ഒരു ഷീറ്റിന്റെ മാത്രം എടുക്കുമ്പം E is equal to സിഗ്മ ബൈ 2 epsilon 0. ഇനി രണ്ട് ഷീറ്റ് എടുത്തു കഴിയുമ്പം ആ രണ്ട് ഷീറ്റിൽ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ നടുക്കത്തെ വാല്യൂ സിഗ്മ ബൈ എപ്സിലോൺ 0. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചല്ലേ? ഇത്രയും സാധനം അറിയാമെങ്കിൽ ഇപ്പം ക്യൂ എന്നാ ഇ എന്നാ ക്വാണ്ടൈസേഷൻ എന്നാന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണല്ലോ ഒരു 10-15 മാർക്ക് മേടിക്കും. ഇത്രയും ഇക്വേഷൻ ഓരോന്നും എന്നാന്ന് എഴുതണം കേട്ടോ. ഗോസ് തിയറം അങ്ങനെ എഴുതി ഓരോ ഇക്വേഷനും എഴുതി നോട്ടൊന്ന് എഴുതി എനിക്ക് എഴുതി അയച്ചേക്കാം. എന്നിട്ട് ഈ ഇക്വേഷൻസ് മുഴുവൻ ഒരു 5 പ്രാവശ്യം എഴുതി പഠിക്കുമെന്ന്. ഓക്കെ, ഈ മുഴുവൻ ഇക്വേഷനും എഴുതണം. ഇതെന്നാന്ന് എഴുതണം? കൂളോം ഫോഴ്സ് F ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് E ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി U ഈക്വൽ ടു ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ. ഫൈയുടെ ഒരു ഇക്വേഷനോടെ ഇല്ലേ? ഫൈ ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ E ഡോട്ട് ഡി എസ്. അതും കൂടെയുണ്ട്. പിന്നെ ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ഗോസ് തിയറം. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് തിയറം ലൈൻ ചാർജിന്റെ 1 by 2 pi epsilon 0 ലാംഡ ബൈ ആർ, സർഫസ് ചാർജിന്റെ 1 by സിഗ്മ ബൈ 2 epsilon 0. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ നടുക്കത്തെ സിഗ്മ ബൈ എപ്സിലോൺ 0 ആകും. പിന്നെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE, F ഈക്വൽ ടു QE, ഡൈപോൾ മൊമെന്റ് 2AQ, ആക്സിയൽ ലൈനിലെ ഇക്വറ്റോറിയൽ ലൈൻ. ഇനി വല്ല ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇത്രയും അറിഞ്ഞാലേ ഇനി കപ്പാസിറ്റർ റെസിസ്റ്റർ സീരീസ് പാരലൽ എല്ലാം വരും. അപ്പം എഴുതിയെടുത്തോളൂ, തീർച്ചയായിട്ടും പഠിച്ചു തീർക്കണം. നാളെ എടുത്തില്ലെങ്കിൽ നാളെ തന്നെ മുഴുവനും അറിയണം. ചോദിക്കുമ്പോൾ ഇക്വേഷൻ അറിയാവുന്ന പോലെ
എല്ലാ ഇക്വേഷനും എന്താണെന്ന് തെറ്റാതെ എപ്സിലോൺ സീറോ ഒക്കെ കൃത്യം എഴുതി 5 പ്രാവശ്യം എഴുതി എനിക്ക് നാളെ വൈകുന്നേരത്തിന് മുമ്പ് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ.